നമസ്കാരം. ഓക്കെ സർ. ഓ സാർ വിവരങ്ങളുണ്ടാവും. ഒപ്പം ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നാളെ നിങ്ങൾ എല്ലാവരും തന്നിട്ടുള്ള ഇമെയിൽ ID അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ഇമെയിൽ ID വഴിയായിരിക്കും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ക്ലാസ്സുകൾക്ക് മുന്നേ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് 7:45 ആകുമ്പോഴേക്കും ലിങ്ക് ഓപ്പൺ ചെയ്യും. സജി സാറും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാനുള്ളൊരു അവസരമുണ്ട്. അത് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റ് കൂടി എക്സ്ട്രാ ഉണ്ടാകും. അതായത് ഒരു 1.5 മണിക്കൂർ ക്ലാസ് 1 മണിക്കൂറേ വരുള്ളെങ്കിൽ തന്നെയും ഒരു 1.5 മണിക്കൂർ വിത്ത് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ സജി സാറിൻ്റെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും ആമുഖമായി ഒന്നും പറയുന്നില്ല. ഒരു ജനകീയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ്. കമ്പ്യൂട്ടർ സംവിധാനം വന്നത് മുതൽ ഈ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് മാത്രം വലിയ ഫീസ് മുടക്കി പഠിക്കാൻ കഴിയുന്ന ഇത്തരം കോഴ്സുകൾ സാധാരണക്കാർക്കും പ്രാപ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫീസ് തന്നും ഫീസ് തരാതെയും പഠിക്കാനുള്ള, അതായത് പാവപ്പെട്ടവരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി അഡ്മിഷൻ കൊടുക്കുന്ന തരത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞോട്ടെ, പണം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിനൊരു എക്സ്പെൻസ് ഉണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയോളം ഈ 2 മാസം 2.5 മാസത്തോളം നീണ്ടുന്ന ഈ ക്ലാസ്സിന് ചിലവുണ്ട്. 3 ആളുകൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സാങ്കേതികമായും അല്ലാതെയും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് 2 ലക്ഷം രൂപയുടെ ചിലവ് വരുന്നത്. ഈ തുക ഫീസിൽ നിന്ന് കണ്ടെത്തി അതിനൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കേൾക്കുവാനും ചോദിക്കുവാനുമുള്ള അവസരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. സജി സാർ അതിന് മറുപടി പറയും. അല്ലാതെ തന്നെ നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ പോലും സാധാരണ ഓൺലൈൻ കോഴ്സുകൾക്ക് നേരിട്ട് വന്ന് പഠിക്കാനുള്ള അവസരം ആരും കൊടുക്കാറില്ല. എന്നാൽ ശാന്തിഗ്രാമം ഐടെക്കും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഫർദർ ചെയ്ത് പഠിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് ശാന്തിഗ്രാമിൽ വരാം. അവിടെ തന്നെ താമസിച്ച് പഠിക്കണമെങ്കിൽ 1-2 ദിവസമൊക്കെ താമസിച്ച് പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള സംവിധാനം വരെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ലൈഫ് ലോങ് സപ്പോർട്ട് എന്നുള്ള നിലയിൽ AI ഉണ്ടാകുന്ന പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ സജി സാറ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതകാല പഠനത്തിൻ്റെ അല്ലെങ്കിൽ ആജീവനാന്ത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സജി സാറിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല, നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ ഒരു പദ്ധതി വേണം, നിങ്ങൾക്കൊരു സ്വപ്ന പദ്ധതി വേണം. അപ്പൊ അതില് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങളും അതിലേത് ഭാഗത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരു ചിന്ത വേണം. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. ഇതിനകത്ത് നമുക്ക് കുറേ ടൂളുകളും അതിന്റെ സാധ്യതകളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇത് പ്രയോജനപ്രദമാവൂ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ പേരും മൊബൈൽ ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ടൂളുകളെല്ലാം തന്നെ പലതും മൊബൈൽ ആപ്പുകളുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്രോം
ഗൂഗിളിന്റെ ക്രോം ഉണ്ടല്ലോ, പിന്നെ ബ്രൗസർ, ആ ബ്രൗസറിലൂടെ മൊബൈൽ ഫോണിലും ലഭ്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. 2022 നവംബറിലാണ് ChatGPT വരുന്നത്. അതിനുശേഷം ഓരോ ദിവസവും നൂറുകണക്കിന് ടൂളുകൾ വരുന്നു. ഈ ടൂളുകളിൽ ബഹുഭൂരിപക്ഷവും പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു ചില ടൂളുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടും വരും. അത് പെയ്ഡ് സാധനങ്ങൾ. അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ എങ്ങനെ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ട്. ഇന്ന് നമ്മുടേത് ഒരു ആദ്യത്തെ ക്ലാസ് ആണ്. ഇന്ന് ആദ്യത്തെ ക്ലാസ് എന്നുള്ള നിലയിൽ ഇതിനകത്ത് എനിക്കറിയാം ഒത്തിരി പേര് AI പല ടൂളുകളും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മകേഷ് സാർ പറഞ്ഞതുപോലെ അല്പം വിരസമായിരിക്കും ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ പലർക്കും അത് ആവശ്യമായതുകൊണ്ട് ഇത് പറഞ്ഞു പോയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇത് നമ്മൾ പഠിക്കുന്ന ഈ കാര്യം അത് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണിലും ആണ് നമ്മൾ പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് സാധാരണ രീതിയിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൽ ഉള്ള സോഫ്റ്റ്വെയറുകളാണ്. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, പേജ് മേക്കർ, ഇങ്ങനെയുള്ള പല സോഫ്റ്റ്വെയറുകൾ നമുക്കറിയാം. പിന്നെ കമ്പ്യൂട്ടർ തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, അതാണ് നമ്മുടെ ലിനക്സും വിൻഡോസും. നമ്മളൊക്കെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വരുമ്പോൾ അത് തീർത്തും വ്യത്യസ്തമാകും. മൊബൈൽ ഫോണിലും ഇതുപോലുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഐഫോണിൽ ആപ്പിൾ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനുകളെ നമ്മൾ ആപ്പുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോ സോഫ്റ്റ്വെയർ എല്ലാ ആപ്ലിക്കേഷനും ആപ്പ് എന്ന് പറയാറുണ്ടെങ്കിലും മൊബൈൽ ആപ്പുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മൊബൈൽ ഫോണിൽ നമ്മൾ ഈ പറയുന്ന AI ടൂളുകളെല്ലാം മൊബൈൽ ആപ്പുകളായിട്ട്, അതായത് നമ്മുടെ ഗൂഗിൾ പേ ആപ്പില്ലേ, അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ വാട്സാപ്പ്, അതുപോലെ മൊബൈൽ ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് അഡ്രസ് പോലെ, വെബ്സൈറ്റ് നമ്മൾ നോക്കുമല്ലോ, ഗൂഗിൾ ഒരു വെബ്സൈറ്റ് ആണ്, അതുപോലെ ഒരു വെബ്സൈറ്റുകളിലായിട്ടാണ് നമ്മൾ ഈ AI എല്ലാം ലഭ്യമാകുന്നത്. അപ്പൊ ഈ നമ്മൾ ഇപ്പൊ നോക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ വെബ്സൈറ്റുകളിലായിട്ട്, ആ വെബ്സൈറ്റുകളിലായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിനകത്ത് ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം, എഡ്ജ് എന്നൊക്കെ പറയുന്ന ബ്രൗസറുകളാണ്. ആ ബ്രൗസറുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് കാണുന്ന ആൾക്കാർ നമ്മളിപ്പോ കാണുന്നത് ബ്രൗസറിലാണ്. മൊബൈൽ ഫോണിൽ കാണുന്ന ആൾക്കാർ അവിടെ കാണുന്നത് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പിലാണ്. ഇതാണ് ആ വ്യത്യാസം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പരിശീലിപ്പിക്കുന്ന ടൂളുകളെല്ലാം ഈ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില ടൂളുകൾ അത് മൊബൈൽ ആപ്പുകൾ ഉണ്ടാവില്ല, അത് ബ്രൗസറിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ മൊബൈലിൽ തന്നെ ഗൂഗിളിന്റെ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ട്, ആ ബ്രൗസറിലൂടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി ഈ പറയുന്ന AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയറുകളുടെ ഗണത്തിൽപ്പെടുന്നതോ സ്ഥാനമല്ല. അതൊരു ടൂൾ എന്നാണ് നമ്മൾ പറയുന്നത്, ഉപകരണം എന്നാണ് പറയുന്നത്. ടൂളുകൾ, സോഫ്റ്റ്വെയറുകളും ടൂളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയൊക്കെയാണോ അത് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ളത് നേരത്തെ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ, ഇപ്പോ വേർഡ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, പവർ പോയിന്റ് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്.
ഈ സോഫ്റ്റ്വെയറുകൾ. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ടൂൾ ആവുന്നത്? ആയുധം എന്നുള്ള നിലയിലാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീട്ടിലൊരു കത്തി ഉണ്ടെങ്കിൽ പല ആവശ്യങ്ങൾക്കും ആ കത്തി ഉപയോഗിക്കാമല്ലോ. അതുപോലെ കത്തി പോലെ മൺവെട്ടി പോലെ ഉള്ള ഒരു ടൂളാണ് ഈ AI. അപ്പോ ഈ ടൂൾ എന്ന് പറയുമ്പോൾ ആ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആവശ്യവും സ്കില്ലും പ്രാവണ്യവും അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആരാണോ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിൽ കിട്ടുന്ന റിസൾട്ട്. സോഫ്റ്റ്വെയറിൽ അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതൊന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പലർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അത് മാറും. നമുക്കിന്ന് ഒരു AI പരിചയപ്പെടാം, ഒരു നിർമ്മിത ബുദ്ധി ടൂൾ ഒന്ന് പരിചയപ്പെടാം. പരിചയപ്പെടുമ്പോ നമുക്ക് പരിചയപ്പെടുമ്പോ അത് ഒരു മിനിറ്റ് ഒരു നിർമ്മിത ബുദ്ധി ടൂള് എങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇത് പഠിക്കാൻ, ഇത് ഉപയോഗിക്കാൻ ഏതൊരു മുൻപരിചയത്തിന്റെ ആവശ്യമില്ല, ഏതൊരു സ്കില്ലിന്റെ ആവശ്യമില്ല. ഭാഷ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയുടെ ആവശ്യമില്ല. ഏത് ഭാഷയിലും നമുക്ക് പറഞ്ഞാൽ മതി. ആ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരുന്നൊരു സാധനം. ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ആ നിർദ്ദേശം കൊടുക്കുക എന്നുള്ള പ്രക്രിയ, എങ്ങനെയാണ് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, സാങ്കേതികമായി എങ്ങനെ, അതായത് ഒരു പ്രോംപ്റ്റിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു നിർദ്ദേശം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. നിർദ്ദേശം എങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോ ഞാൻ ആദ്യം ഒരു നമുക്ക് ഏറെ പരിചിതമായ, പലർക്കും ഉപയോഗിക്കുന്ന ChatGPT നമ്മളിലേക്കൊന്ന് പോകുന്നു. ഇതാണ് ChatGPT. ഈ ChatGPT എന്ന ChatGPT എന്ന നിർമ്മിത ബുദ്ധി ടൂൾ. ഈ ChatGPT അടക്കമുള്ള ഏത് നിർമ്മിത ബുദ്ധി ടൂളുകൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിലും നമുക്ക് അത് ലോഗിൻ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ലോഗിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ മെയിൽ ID ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ആൾറെഡി നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്മുടെ മെയിലിലൂടെ ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ആൻഡ്രോയിഡിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം, അല്ലെങ്കിൽ മെയിൽ ID കൊടുക്കാം. ചില ആപ്ലിക്കേഷനുകൾ, ചില ടൂളുകൾ നമുക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ലോഗിൻ ചെയ്ത് മാത്രമേ നമുക്കൊരു നിർമ്മിത ബുദ്ധി ടൂൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോഗിൻ ചെയ്യുക എന്ന് പറയുന്ന ആരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആർക്കറിയാൻ പറ്റും? ഏത് ടൂളാണോ ഉപയോഗിക്കുന്നത് അവർക്കറിയാൻ പറ്റും. അതായത് ലോഗിൻ ചെയ്ത് മാത്രമേ നമുക്ക് ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റൂ. അത് കൂടുതലും മെയിൽ ID ഉപയോഗിച്ചോ, ഗൂഗിൾ അക്കൗണ്ടിൽ ഉപയോഗിച്ചോ, ഫേസ്ബുക്കിലൂടെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലൂടെ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ടൂളുകളുണ്ട്. പല രീതിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. സർവ്വസാധാരണമായിട്ട് ഗൂഗിൾ ID-യിലൂടെയാണ് ലോഗിൻ ചെയ്യുന്നത്. ഈ ChatGPT ഒക്കെ ആ രീതിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കിട്ടുന്ന അതിൻ്റെ ഒരു ഹോം പേജ്, ആ പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ChatGPT ഉപയോഗിക്കുന്നുവെങ്കിൽ മൊബൈൽ ഫോണിൽ ChatGPT-യുടെ ആപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എവിടെ പോവാം? ChatGPT പോവാം. അപ്പൊ അത് ഓപ്പൺ ചെയ്യും. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുറന്ന് കാണുന്ന ഒരു പേജ് ഉണ്ട്, ഹോം പേജ്. ആ ഒരു പേജ്, ഒറ്റ പേജേ കാണുള്ളൂ.
അതാണ് നമ്മൾ ഈ കാണുന്ന AI ടൂൾ. അപ്പൊ ഇതാണ് നമ്മുടെ ചാറ്റ് GPT എന്ന് പറയുന്ന സാധനം. ചാറ്റ് GPT നമുക്ക് സുപരിചിതമായ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഉണ്ടല്ലോ, ഗൂഗിൾ. ആ ഗൂഗിളിന്റെ ഹോം പേജ് പോലെ ഇരിക്കുന്ന, ഏതാണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു പേജ്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന്റെ പേര് ചാറ്റ് ബോട്ട് എന്നാണ്. ചാറ്റ് ബോട്ട്. ഈ ബോക്സിന്റെ പേര് ചാറ്റ് ബോട്ട് എന്നാണ്. അപ്പൊ ചാറ്റ് എന്നുള്ളതാണ് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചാറ്റ് എന്താണ്? ചാറ്റ് പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നൊരു വാക്കാണ് ചാറ്റ്. ചാറ്റിന്റെ എന്താണെന്ന് പറയാമോ? ചാറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാറ്റ് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂ. സംസാരിക്കുക. സംസാരിക്കുക, സംഭാഷണം. ചാറ്റിന് വളരെ സുന്ദരമായ ഒരു മലയാള വാക്കുണ്ട്, സല്ലാപം, സല്ലപിക്കുക. നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യമോ സംസാരിച്ചിരിക്കുക, സല്ലപിച്ചിരിക്കുക. അങ്ങനെ ഒരു സല്ലാപത്തിന്റെ രീതിയിലാണ് ഈ AI പ്രവർത്തിക്കുന്നത്. സല്ലാപം എന്താണ്? നമ്മളൊരു കാര്യം പറയുന്നു, നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാര്യം പറയുന്നു, ഞാൻ പറയുന്നു, അടുത്ത ആൾ കേട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നു. അയാൾ അങ്ങനെയാണോ എന്ന് ചോദിക്കും, അങ്ങനെയാണ്, അതിങ്ങനെയാണ്, അങ്ങനെയല്ലല്ലോ, ഈ രീതിയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോ അല്ല, ഇത് തന്നെയാണ്. അങ്ങ് രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ആണ് ഏത് നിർമ്മിത ബുദ്ധി. നമ്മളും നിർമ്മിത ബുദ്ധി. നമ്മൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം തരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഇതിന്റെ ഓർമ്മയിൽ നിൽക്കും. ഓരോ ചാറ്റും അതിന്റെ ഓർമ്മയിൽ നിൽക്കും. ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ആ വിഷയത്തിന്റെ കുറിച്ചുള്ള ഒരു ഓർമ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെയാണിത് ഇവിടെ. അതുകൊണ്ടാണ് ഇതിനെ ചാറ്റ് എന്ന് പറയുന്നത്. ചാറ്റ്. ആ ചാറ്റ് നടക്കുന്ന നമ്മൾ ആ ചാറ്റിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, ആ ചാറ്റിൽ നമ്മൾ കൊടുക്കുന്ന നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം, നമ്മൾ ഒരാളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെവി കൊണ്ട് കേൾക്കില്ലേ? അതുപോലെ നമ്മൾ പറയുന്ന കാര്യം അത് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ ഈ ചാറ്റ് ബോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. ഇത് ഉപയോഗിക്കാൻ ഏതൊരു മുന്നറിവോ പരിചയമോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. പറഞ്ഞാൽ മതി. എന്താ? നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി, അല്ലെ? മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി, തിരിച്ചു പ്രതികരിക്കും. അപ്പൊ എന്താ അതെങ്ങനെയാ? ലോകത്ത് ഏതാണ്ട് 130ഓളം ഭാഷകൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിന് യൂണിക്കോഡ് എന്ന് പറയും. യൂണിക്കോഡ്. അപ്പോ മലയാള ഭാഷ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിന്റെ ഫോണ്ടുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനെയാണ് നമ്മൾ യൂണിക്കോഡ് എന്ന് പറയുന്നത്. ആ 130ഓളം വരുന്ന ഭാഷയിൽ നമുക്കിതുമായിട്ട് സംവേദിക്കാം. എല്ലാ AI-കളിലും അങ്ങനെ പറ്റണമെന്നില്ല. നമ്മൾ ഈ പറയുന്ന ചാറ്റ് GPT അടക്കമുള്ള പലതിലും നമ്മൾ ഏത് ഭാഷയിലാണോ ചോദിക്കുന്നത് ആ ഭാഷയിൽ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. നമുക്ക് ഭാഷ സെലക്ട് ചെയ്യുക ഒന്നും വേണ്ട. ഭാഷയിൽ പറയുന്നു, തിരിച്ചു പറയും. നമ്മൾ പറയും, മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ സ്ലാങ്, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തുകാർ മലയാളത്തിൽ പറയുമ്പോൾ അതിനകത്തൊരു തമിഴ് ചുവ കാണും. ചിലപ്പോ അത് തമിഴും കൂടെ ചേർത്തായിരിക്കും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം, അല്ല പൂർണ്ണമായി മലയാളത്തിൽ പറയാൻ പറഞ്ഞ മലയാളത്തിൽ പറയും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന വോയിസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ, നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഇതിനകത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിനെ പ്രോംപ്റ്റിംഗ് എന്നാ പറയുന്നത്. നിർദ്ദേശം. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തെ പ്രോംപ്റ്റ് എന്നാ പറയുന്നത്. പ്രോംപ്റ്റ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിത് എയില് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്ന കാര്യം എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പൊ പ്രോംപ്റ്റ് അതൊന്നുമല്ല നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റ് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നു. ആ നിർദ്ദേശം നമുക്ക് ഇവിടെ ഈ കാണുന്ന ഇവിടെ കാണുന്ന വോയിസ്, ഇവിടെ മൈക്കുണ്ട്. ഇത് രണ്ടാണ്. ഇത് വോയിസ് മോഡ്. ഈ വോയിസ് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം തിരിച്ച് അത് വോയിസിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. ഈ മൈക്കിന്റെ കാര്യം ഡിക്റ്റേറ്റ് ചെയ്യാം. അവിടെ എഴുതിയിട്ടുണ്ട് ഡിക്റ്റേറ്റ്. നമ്മൾ പറയുന്ന കാര്യം ഇത് ഇവിടെ എഴുതിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത്
ടെക്സ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. ടെക്സ്റ്റ് എന്താ ടെക്സ്റ്റ്? അപ്പൊ വോയിസും ടെക്സ്റ്റും. ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അക്ഷരം, അക്കം, അടയാളം, ഇതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ല പഠിക്കാനുള്ള പാഠപുസ്തകത്തെ അല്ല ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലെ കീബോർഡിലൂടെ കൊടുക്കുന്നതാണ് ടെക്സ്റ്റ്. അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവര് നമ്മൾ കണ്ടിട്ടുണ്ട്. കോപ്പി ടെസ്റ്റ്, പേസ്റ്റ് ടെസ്റ്റ്, ഫോർമാറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോ അതിനെ നമ്മൾ കൊടുക്കുന്ന വോയിസിനെ ടെക്സ്റ്റ് ആക്കി തന്നെ ഇവിടെ മാറ്റും. ഇപ്പൊ ചാറ്റ് GPT മാറ്റുള്ളൂ, വേറെ പല ഇതിലും ആ ഒരു സംവിധാനം ഇല്ല. അപ്പോ ഈ മൈക്ക് ഉപയോഗിച്ച് ഡിക്റ്റേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ആക്കുന്ന വോയിസിനെ ടെക്സ്റ്റ് ആക്കാം. ഇത് വോയിസ് മോഡ്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് തിരിച്ച് നമുക്ക് അത് മറുപടിയും ശബ്ദരൂപത്തിൽ തന്നെ തരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു AI-യുടെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ നമ്മൾ ചാറ്റ് ബോട്ട് എന്ന് പറയും. വേറെ കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ സാവധാനം ഓരോന്നായിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് ഇത് ചാറ്റ് ബോട്ടാണ്. ചാറ്റ് ബോട്ടിൽ നമ്മൾ നിർദ്ദേശം കൊടുക്കണം. നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശം കൊടുക്കുന്നത് വോയിസ് മോഡിൽ നിർദ്ദേശം കൊടുക്കാം. ഇപ്പൊ ഉത്തരവും വോയിസ് ആയിട്ട് ശബ്ദരൂപത്തിൽ തന്നെ കിട്ടും. നമ്മൾ വോയിസ് മോഡിൽ കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തും കൊടുക്കാം. ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ചെറിയ പ്രശ്നം. ആ പ്രശ്നത്തിനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിഹാരം എന്നാണ്. ടൈപ്പ് ചെയ്യാൻ നമ്മളിപ്പോ മലയാളമാണ്, നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ കുഴപ്പമില്ല ടൈപ്പ് ചെയ്യാൻ. നമുക്ക് മലയാളത്തിലാണ് നിർദ്ദേശം കൊടുക്കുന്നുവെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പ്രയാസമാണ്. ഇവിടെ വോയിസ് മോഡുണ്ട്. ഈ വോയിസ് ടു ടെക്സ്റ്റ് ഡിക്റ്റേറ്റ് ഉണ്ട്. അത് ഈ ചാറ്റ് GPT-യിൽ മാത്രമേ ഉള്ളൂ, മറ്റു വേറൊരു ടൂളുകളില്ല. നമ്മൾ ഒരുപാട് ടൂളുകൾ പോവുകയാണ്. ആ ടൂളുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന പോലെ അവിടെ കിട്ടില്ല. അപ്പോ നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ നിർദ്ദേശം, ശബ്ദരൂപത്തിൽ കൊടുക്കുന്ന നിർദ്ദേശം അത് ഡിക്റ്റേറ്റ് ചെയ്യും. 2, വോയിസ്, നമ്മൾ പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് തിരിച്ചു പറഞ്ഞു തരും. 3, നമുക്ക് കാര്യങ്ങൾ ടെക്സ്റ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എവിടെ? ഈ ചാറ്റ് ബോട്ടിൽ. നമുക്കിത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനിവിടെ വോയിസ് മോഡ്, ഈ വോയിസ് മോഡില് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നു. കേരളത്തിൽ നല്ല ചൂടാണ്. ഈ ചൂടിനുള്ള കാരണം എന്താണ്? ഒന്ന് പറയാമോ? നല്ല ചൂട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതും ഉണ്ടാകാം. ഉദാഹരണത്തിന് സീസണൽ ചൂട്, ഗ്രീഷ്മകാലം, ആഗോള താപനത്തിന്റെ സ്വാധീനം, നഗരങ്ങളുടെ ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങൾ കൊണ്ടുള്ള ചൂട് കൊടുങ്ങൽ, ഉരുമല, അല്ലെങ്കിൽ ഒരു തീവ്രമായ കാലാവസ്ഥാ മാറ്റം. ഇപ്പോഴത്തെ കാലാവസ്ഥാ വിവരങ്ങൾ കൂടി നോക്കിയാൽ കൂടുതൽ വ്യക്തമായി പറയാനാകും. എന്തെങ്കിലും പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുകയാണോ? കൊടുത്തു കണ്ടല്ലോ. നമ്മളൊന്ന് ചോദിച്ചാൽ മതി. ഇത്രയും നിസ്സാരമാണ്. നമ്മളൊന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPT-യിലൂടെ നമ്മളൊന്ന് വോയിസിൽ നമ്മുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പറയുന്ന ഭാഷയിൽ തന്നെ മറുപടി പറയും. നിങ്ങൾ തമിഴ് ചോദിച്ചാൽ തമിഴിൽ ഉത്തരം പറയും, അറബി ചോദിച്ചാൽ അറബിയിൽ ഉത്തരം പറയും. അത്രമാത്രം ലളിതമായ ഒരു സാധനമാണ് ഈ വോയിസ്. ഇനി വോയിസ് ടു ടെക്സ്റ്റ്, ഇവിടെ ഈ കാണുന്നത്, ഇവിടെ ഈ ഭാഗം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഡിക്റ്റേറ്റ്. കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രദേശത്തായിരിക്കും മഴ പെയ്യാനുള്ള സാധ്യത? ഇവിടെ നിങ്ങൾ കണ്ടോ? ഇവിടെ നമ്മളിപ്പോ ടെക്സ്റ്റ് ആണ് കൊടുത്തത്. അപ്പോ അത് എഴുതി തന്നു, ഉത്തരം എഴുതി തന്നു. നമ്മൾ വോയിസിൽ പറഞ്ഞ വോയിസിനെ ഇവിടെ ടെക്സ്റ്റ് ആക്കി. കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രദേശത്തായിരിക്കും മഴ പെയ്യുക? ഞാൻ പറഞ്ഞത് അവിടെ എഴുതിയിട്ടോ അത് ഉത്തരം, നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി ടെക്സ്റ്റ് ഫോമിൽ നമുക്ക് തിരിച്ചു തന്നു.
ടെസ്റ്റ് ഫോമിൽ തിരിച്ചു വരണം. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ ചോദിക്കാം. ഇനി നമ്മളിവിടെ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. മലയാളത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ 130-ലധികം ഭാഷകൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അത് പലതും AI-ലും ലഭ്യമാണ്. AI-ല് ഈ യൂണിക്കോഡ് ഭാഷയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഹൈ റിസോഴ്സ് ലാംഗ്വേജ്, മീഡിയം റിസോഴ്സ് ലാംഗ്വേജ്, ലോ റിസോഴ്സ് ലാംഗ്വേജ്. നമ്മുടെ മലയാള ഭാഷ ലോ റിസോഴ്സ് ലാംഗ്വേജിലാണ് വരുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഒരു ഹൈ റിസോഴ്സ് ലാംഗ്വേജ് ആണ്, ഹിന്ദി ഒരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജ് ആണ്, തമിഴ് ഒരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജ് ആണ്, മലയാളം ഒരു ലോ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും മലയാളത്തിൽ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ കിട്ടുന്ന ഉത്തരം ഇത്തിരി റിച്ച് ആയിരിക്കും, ഭയങ്കര മേന്മയുള്ളതായിരിക്കും. മലയാളത്തിലുള്ളത് അത്ര മേന്മ കാണണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ChatGPT-യിൽ ഇപ്പൊ മലയാളത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റി. ജെമിനിയിലോ മെറ്റയിലോ ഇതുപോലുള്ള ചോദിക്കാൻ പറ്റില്ല. ചോദിക്കുമ്പോൾ വോയിസിനെ ടെസ്റ്റ് ആക്കാനോ വോയിസ് മോഡോ വർക്ക് ആവണമെന്നില്ല. ഇപ്പോ വേറെ ചില ടൂളുകളിൽ ഇപ്പോ ബിങ് എന്ന് പറയുന്ന വേറൊരു ഇതുണ്ട്, കോപൈലറ്റ് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട്. അവിടെയും നമുക്ക് വോയിസ് കൊടുക്കാം. ഇവിടെ വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് ChatGPT പറഞ്ഞു. ഒരു മനുഷ്യൻ പറയുന്നത് പോലെ തന്നെ ChatGPT പറഞ്ഞു. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവ്യക്തമായിരിക്കും, മുറിഞ്ഞു പോവും, ഇടയ്ക്ക് വേറെ ഭാഷ കയറി വരും. ഓക്കെ, അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം വളരെ കൃത്യമാവണം. കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന, എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വോയിസ് ടു ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പോലെ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം. വോയിസിനെ എഴുതി കൊടുക്കാൻ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോ നമ്മുടെ നിർദ്ദേശങ്ങൾ ടെക്സ്റ്റ് ഫോമിൽ, അതായത് നമ്മൾ പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഹാൻഡ് റൈറ്റിംഗ് ടൂളും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഗൂഗിൾ Gboard ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചൊരു നോട്ട് ഇട്ടത്. മിക്കവാറും എല്ലാവരുടെയും ഒക്കെ ഫോണിൽ Gboard കാണും. ഇല്ലാത്തവർക്ക് എങ്ങനെ Gboard ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ആ നോട്ട് ഇട്ടത്. അത് വായിച്ചു നോക്കിയിട്ട് ഫോണിൽ Gboard ഇല്ലാത്ത ആൾക്കാർ അത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വീണ്ടും വരാം. നമുക്ക് വോയിസ് ടു ടെക്സ്റ്റ്, ശബ്ദത്തെ അക്ഷരങ്ങളാക്കി മാറ്റണം. അതായത് 100 കണക്കിന് AI ടൂളുകൾ ഉള്ളതിൽ ChatGPT-യിൽ മാത്രമേ നമുക്ക് വോയിസ് കൊടുത്ത് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു മിനിമം സംവിധാനം ഉള്ളൂ. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് വോയിസ് കൊടുത്ത് ടെക്സ്റ്റ് ആക്കി മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. അതില് ഒരു 3 മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് ഒരു മാർഗം. അതായത് നമ്മൾ ഇന്ന് AI-യിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് അവ്യക്തമായ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിനെ നമുക്ക് നാളെ അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ശബ്ദത്തിൽ നമ്മുടെ പറയുന്ന കാര്യം ഒന്ന് എഴുതി തരണം. എഴുതാൻ വേണ്ടി നമുക്ക് സർവ്വസാധാരണമായിട്ട് പലരും ഇന്ന് ഉപയോഗിക്കുന്ന സാധനമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഞാൻ തൽക്കാലം ChatGPT-ന്ന് ഒന്ന് ഇറങ്ങുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ Gboard നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിധാനം Gboard-നകത്തുണ്ട് മൊബൈലിന്റെ കാര്യത്തിൽ. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, അത് ഗൂഗിളിന്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഗൂഗിളിന്റെ ടൂൾസുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഗൂഗിളിന്റെ ഹോം പേജ്.
google.com കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഗൂഗിളിന്റെ ഹോം പേജ്. ഈ ഗൂഗിളിന്റെ ഹോം പേജിൽ ഇവിടെയുള്ള ഒരു 3 കുത്തുവെച്ച് 3 റോ ഉണ്ട്. ഇത് ഗൂഗിളിന്റെ ആപ്പാണ് ഇതായി കാണുന്നത്. ഗൂഗിളിന്റെ ആപ്പുകളെല്ലാം ഇവിടെയുണ്ട്. അതിനകത്ത് ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരും. ഇതിനകത്ത് ജിമെയിൽ, അങ്ങനെ യൂട്യൂബ് എല്ലാം ഇതിനകത്തുണ്ട്. ഗൂഗിളിന്റെ മിക്കവാറും എല്ലാ ടൂളുകളും ഈ ഗൂഗിളിന്റെ ഈ കാണുന്ന ഗൂഗിൾ ആപ്സിൽ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുന്നു. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിത് ഭയങ്കര അരോചകമായിട്ട് തോന്നും. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമുക്ക് നമ്മളുടെ ഭാഷ തിരഞ്ഞെടുക്കും. ഇപ്പൊ നമ്മൾ മലയാളമാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മലയാളം കാണില്ല. അപ്പൊ ഈ ഡിക്റ്ററ്റ് ലാംഗ്വേജിൽ നിന്ന് ഇവിടെ ഇതിന് വേറെ ഏതെങ്കിലും ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് ഭാഷകളെല്ലാം അവിടെ വരും. ആ ഭാഷയിൽ നിന്ന് നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. ഈ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് പറയുന്ന കാര്യങ്ങളെ ടെക്സ്റ്റ് ആക്കി മാറ്റിത്തരും. മൈക്ക് ഈ മൈക്കിന്റെ സിമ്പിൾ കണ്ടല്ലോ, മൈക്ക് പോലെയാണ് ഈ സിമ്പിൾ ഇരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു വൃത്തമാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ എഴുതണം. വ്യക്തമായിട്ടും വേഗത്തിലും ഞാൻ പറയുകയാണ്. എത്ര വേഗത്തിൽ പറഞ്ഞാലും അത്രയും വേഗത്തിൽ എഴുതണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ആ മൈക്ക് ഇരുന്ന ആ വൃത്തമായ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ മൈക്കായി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി. അപ്പൊ ഇവിടെ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ആണ്, ഇത് AI അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ കേൾക്കുന്നത് ആ കേൾക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് കാണില്ല, ക്വസ്റ്റ്യൻ മാർക്ക് കാണില്ല, എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ പല ചിഹ്നങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ തെറ്റ് വരും, ആ തെറ്റുകൾ നമ്മൾ തിരുത്തേണ്ടി വരും, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി. ഇനി വീണ്ടും ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ പറയണം. ബാക്കി കാര്യങ്ങളോട് പറയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മൈക്ക് അങ്ങ് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് പോയി. ഇപ്പൊ പറയുന്ന കാര്യങ്ങളാണ് വരുന്നത്, അല്ലെ? അപ്പോ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫായി. അപ്പൊ ഇവിടെ നമ്മളൊരു പ്രശ്നം അഭിമുഖീകരിക്കുക. അതായത് നമുക്ക് തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരു പ്രശ്നം, അല്ലെ? നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഒന്ന് നിർത്തിയിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പറയാൻ നോക്കുമ്പോൾ അതങ്ങ് നഷ്ടപ്പെടും. 2, ചിഹ്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് രണ്ടും ഗൗരവമുള്ള കാര്യമാണ്. നമ്മളിത് ഉപയോഗിച്ചാണ് നമ്മളൊരു പ്രോംപ്റ്റോ നിർദ്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കത് സ്വസ്ഥമായിട്ട് നേരായ വിധത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം വേണം. പരിഹാരം വേണ്ടേ? യെസ് ഓർ നോ? പരിഹാരം വേണം, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു കാര്യം ഇതിൽ നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുന്നു. ആ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വോയിസിനെ ടെക്സ്റ്റാക്കി മാറ്റാം. വോയിസിനെ ടെക്സ്റ്റാക്കി മാറ്റണമെങ്കിൽ ഈ മൈക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നു. സംസാരിക്കുന്നതെല്ലാം എഴുതുന്നു. നിർത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ആ മൈക്കിരുന്ന ഭാഗം വൃത്തത്തിൽ വേബ്സായി കാണുന്ന അവിടെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇനി ടൈപ്പ് ചെയ്യില്ല. ഇവിടെ മൈക്കായി കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് ചെയ്യില്ല. അപ്പൊ ഈ ടൈപ്പ് ചെയ്ത ഭാഗം നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. പ്രോംപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. മറ്റെന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല, നമുക്ക് വാട്സാപ്പ് മെസ്സേജ് ആക്കണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആക്കാം. ഫേസ്ബുക്കിൽ ഇടണമെങ്കിൽ ഫേസ്ബുക്കിൽ ആകണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വോയിസിനെ ടെസ്റ്റ് ആക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടത്തെ ഈ 2 പ്രശ്നവും പരിഹരിക്കാൻ തൽക്കാലം എന്തിന് സംവിധാനമില്ല? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സംവിധാനമില്ല. അപ്പൊ നമ്മൾ വേറൊരു ടൂളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് അടയാളമൊക്കെ കൊടുത്ത് നിർത്തിവെക്കാനും വീണ്ടും തുടരാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു ടൂള് നമ്മൾ പരിചയപ്പെടേണ്ടി വരും. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ടൂള് പലർക്കും അറിയില്ലായിരിക്കും. അപ്പൊ ആ ടൂളിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഓക്കെ.
അപ്പൊ ഞാൻ തൽക്കാലം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നുള്ളത് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ടൂളിന്റെ പേരാണ് speechtype.in. speechtype.in. ഈ ലിങ്ക് എല്ലാം നമ്മൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ലിങ്കും ഇതിന്റെ നോട്ടും ഒക്കെ ഞാൻ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നോ നാളെയോ നമ്മുടെ ഗ്രൂപ്പിലിടും. speechtype.in. ആ speechtype.in എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. speechtype.in. ഇതാണ് speechtype.in. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആയതുകൊണ്ട് തന്നെ ഈ speechtype.in ഒരു പ്രൈവറ്റ് സാധനമാണ്, വലിയൊരു കോർപ്പറേറ്റിന്റെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പരസ്യങ്ങളൊക്കെ വരും. ആ പരസ്യങ്ങളെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ speechtype.in നമ്മൾ നേരത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കണ്ട അതിൽ നിന്ന് അതുമായിട്ട് ചെറിയ സാമ്യം ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും കൂടുതൽ വ്യത്യാസങ്ങളാണുള്ളത്. ഇവിടെ നമുക്ക് മൈക്ക് കാണുന്നത് മുകളിലാണ്. ഈ മൈക്ക്, ഓക്കെ, ഇവിടെ മൈക്കുണ്ട്. ഈ ഭാഗത്ത് ചിഹ്നങ്ങളുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ ചിഹ്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൽക്കാലം നിർത്തേണ്ടി വരികയാണെങ്കിൽ ഈ മൈക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒന്ന് പാസ് ചെയ്ത് വെക്കാം. വീണ്ടും നമുക്ക് വീണ്ടും തുടരുമ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും തുടരാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. speechtype.in. ഇപ്പൊ മൈക്ക്, ഇതാണ് മൈക്ക്. ഈ മൈക്കിൽ നമ്മൾ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നുണ്ടല്ലോ വേവ്സ്. ഇതുപോലെ വേവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങണം. ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു, ഒരു കോമ കൊടുത്തു. കോമ വന്നത് കണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു, ഒരു കോളൻ കൊടുത്തു. ഞാൻ ഇനി തൽക്കാലം നിർത്തി, ഇവിടെ നിർത്തി. ഇനി എനിക്ക് വീണ്ടും തുടരാൻ വേണ്ടി വീണ്ടും ഞാൻ ഇവിടെ പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് വീണ്ടും തുടരാം. വീണ്ടും തുടരാൻ എന്താ വീണ്ടും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വീണ്ടും വേബ്സ് ആവും. ഞാൻ വീണ്ടും തുടരുകയാണ്. ഒരു ബ്രാക്കറ്റ് കൊടുത്തു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു, വീണ്ടും ഒരു സെമി കോളൻ കൊടുത്തു. ഞാനൊന്ന് നിർത്തുകയാണ്. നിർത്താൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നിർത്തി. അങ്ങനെ നമുക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊരു ഡിക്റ്റേറ്റ് ചെയ്ത് അവിടെ കണ്ട ആ പ്രശ്നങ്ങൾ ഇവിടെ ഒരു പരിഹാരമുണ്ട്. അവിടെ നമുക്ക് ചിഹ്നം കൊടുക്കാൻ പറ്റില്ല, പാസ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, വീണ്ടും തുടരാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആ രീതിയിൽ പറ്റും. എന്നിട്ടോ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ speechtype.in ഇവിടെ ഈ speechtype.in കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കോപ്പി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യണമെന്നില്ല. ഇവിടെ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് കോപ്പി ആവും. ഇതിനകത്ത് അൺഡു ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെയ്ത സാധനങ്ങൾ പ്രിന്റ് എടുക്കാം. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ഫോമിലും PDF രീതിയിലും ഒക്കെ സേവ് ചെയ്യാം. ഉണ്ടോ? ഡോക്ക് PDF അല്ല, ഡോക്കിൽ അതായത് വേർഡ് രീതിയിൽ സേവ് ചെയ്യാം. മെയിൽ വേണമെങ്കിൽ മെയിൽ അയക്കാം. അങ്ങനെ നമുക്ക് പറയുന്ന കാര്യങ്ങളെ ടൈപ്പ് ചെയ്ത് വരാൻ ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് speechtype.in. ഓർക്ക് ഇതൊന്നും അല്ല, നമുക്ക് നമുക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? സംശയമുണ്ടോ? ആർക്കും സംശയമില്ലല്ലോ? സ്പീച്ച് ടൈപ്പ് എന്നാണോ? അതൊന്ന് വ്യക്തമാക്കാമോ? ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടാം, ലിങ്കൊക്കെ ഗ്രൂപ്പിലിടാം. നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയം ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പോ speechtype.in. അപ്പൊ ഇവിടെ നമുക്ക് ഹലോ ആരോ എന്ത് ചോദിച്ചല്ലോ?
അതായത് ഇതിപ്പം നമ്മുടെ മൊബൈലിലാണെങ്കിൽ ഈ രീതിയിൽ അത് സാർ പറഞ്ഞ പോലെ കോപ്പി ചെയ്ത് നമുക്ക് വേർഡ് ഫോമിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്ത് മൊബൈലിലാണെങ്കിൽ നമുക്ക് ഈ പാടൊന്നുമില്ല. മൊബൈലിലാണെങ്കിൽ നമുക്ക് അതിനാണ് ഞാൻ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ ജീബോർഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ആവശ്യം വരുന്നത്. ഗൂഗിൾ ജീബോർഡ് ഉണ്ടെങ്കിൽ ഇത് വളരെ ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ. അപ്പൊ ഈ ഗൂഗിൾ ജീബോർഡ് നമ്മുടെ മംഗ്ലീഷ് എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ മംഗ്ലീഷ് ഡിലീറ്റ് ചെയ്യണോ? മംഗ്ലീഷ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് രണ്ടും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. മംഗ്ലീഷ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഗൂഗിൾ ജീബോർഡ് അത്രമാത്രം ഗംഭീരമായ ഒരു സാധനമാണ്. ഈ നിങ്ങളെ മംഗ്ലീഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അതിനകത്ത് ട്രാൻസ്ലേഷൻ അടക്കമുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ മലയാളത്തിലാണല്ലോ എഴുതി കാണിക്കുന്നത്, അതിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ജിമെയിലിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ഇത് ജിമെയിൽ ട്രാൻസ്ലേഷന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ജിമെയിലിൽ നമ്മൾ വോയിസിനെ ടെസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ആത്യന്തികമായ ദൗത്യം എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചത് വോയിസിനെ ടെസ്റ്റ് ആക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ദൗത്യത്തിന് വേണ്ടിയാണ്. ട്രാൻസ്ലേഷന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നില്ല. ഓക്കെ മാഡം, ഓക്കെ. ട്രാൻസ്ലേഷൻ ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾ. ഹലോ സാർ. ആ പ്രശ്നങ്ങൾ എന്നത് ഇതിനെ നമുക്ക് തിരുത്തണം. തിരുത്തേണ്ടി വന്ന എങ്ങനെ തിരുത്തും? അക്ഷരത്തെറ്റുകൾ വന്നു തിരുത്തണം. അത് നമുക്കിവിടെ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഈ ഫുൾ സ്റ്റോപ്പിന് പകരം എനിക്കിവിടെ കോമ കൊടുത്തു എന്ന് ആക്കണം. ഞാൻ ഫുൾ സ്റ്റോപ്പിന്റെ അവിടെ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പറയാണ് ഒരു കോമ കൊടുത്തു. ആ കോമ കൊടുത്തു എന്നുള്ള ഭാഗം വന്ന് ഏറ്റവും അവസാനം. ഇത് അതിന്റെ ഒരു പരിമിതിയാണ്, അല്ലേ? ഒരു പരിമിതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് വ്യക്തമായിട്ട് തിരുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. ഇതിനിടയിൽ നമുക്കൊരു ഇംഗ്ലീഷ് വാക്ക് കൊടുക്കണം. ആ ഒരു ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ കൊടുക്കും? ആ ഇംഗ്ലീഷ് വാക്കുകൾ പലപ്പോഴും നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള വേറൊരു അതിഗംഭീരമായൊരു ടൂളുണ്ട്. ആ ടൂളിലേക്ക് നമുക്ക് പോവാം. ഈ 3 ടൂളിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ തുടർന്ന് ഈ പ്രോംപ്റ്റിങ്ങിന്റെ കാര്യം നോക്കുമ്പോൾ ഇതിന്റെ ഈ 3ന്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന അടക്കമുള്ള 3ന്റെ ആവശ്യങ്ങൾ വരും. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ പ്രശ്നങ്ങൾ കൂടെ പരിഹരിച്ചു കൊണ്ടുള്ള മറ്റൊരു ടൂളാണ്. അതിന്റെ പേര് Manglish.app എന്നാ. ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. Manglish.app. ഇതൊരു ഗംഭീരൻ ടൂളാണ്. Manglish.app നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് ഈ Manglish.app നമുക്കൊന്ന് നോക്കാം. Manglish.appല് നമ്മളിവിടെ മൈക്ക് ഇവിടെ ഇല്ല. മൈക്ക് ഇവിടെ ഉണ്ട്. ഈ മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നോക്കുക, 2 ഭാഷ, മലയാളവും പറ്റും ഇംഗ്ലീഷും പറ്റും. മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. മലയാളത്തിന്റെ ഇടയിൽ ഇംഗ്ലീഷ് കൊടുക്കാം, ഇംഗ്ലീഷും കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന്. നമുക്കറിയാം, നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ മൈക്ക് ഓൺ ആവണം, അല്ലേ? ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതെല്ലാം വേഗത്തിൽ എഴുതണം. ഗുഡ് മോർണിംഗ്. അവിടെ വന്നത് മലയാളത്തിലാണ്. ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ ഞാൻ ഈ മലയാളം എന്നുള്ളതിന്റെ തൊട്ടടുത്ത് വരുന്ന ഇംഗ്ലീഷിനെ ഒന്ന് ആക്റ്റീവ് ആക്കുന്നു. ഇതെന്റെ നല്ല ക്ലാരിറ്റിയോട് കൂടി ഇരിക്കുന്നു. ഇതിനെ ആക്കുന്നു. അപ്പൊ ഇവിടെ വന്നു ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഇംഗ്ലീഷ് വന്നു, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും കൂടെ കൊടുക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ കീബോർഡിൽ പിന്നെ പാസ് ചെയ്ത് നിർത്താം. നമുക്ക് വീണ്ടും തുടരാൻ വേണ്ടി വീണ്ടും പിന്നെ ഇവിടെ വീണ്ടും ആക്റ്റീവ് ആക്കാം. നമ്മൾ നേരത്തെ speechtype.in കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്.
ഒപ്പം എന്താ ഇംഗ്ലീഷും കൂടെ കിട്ടും. അവിടെ കിട്ടാത്ത ഒരു കാര്യം നമുക്ക് ഇടയ്ക്ക് നമുക്ക് തിരുത്തണം. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചില്ല എന്ന് ഇവിടെ ആക്കണം. എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തു. ആ കഴ്സർ ഇവിടെ വെക്കുന്നു. ഞാൻ മലയാളം എടുക്കുന്നു, വോയിസ് ടൈപ്പ്. ഞാൻ സംസാരിച്ചില്ല, അതാ അവിടെ തന്നെ തിരുത്തിയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും തിരുത്താം. ഇനി നമുക്ക് ഇതിനെ പിന്നെ ഈ കീബോർഡ് ഉപയോഗിച്ചും നമുക്ക് വേണമെങ്കിൽ തിരുത്താം. വേഗത്തിൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ആക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. മലയാളത്തിലാണെങ്കിൽ വന്നു, വന്നില്ല എന്നാക്കണം. എനിക്ക് ടൈപ്പ് ചെയ്യണം, പറയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മളെ മംഗ്ലീഷ് രീതിയിൽ ഇവിടെ ഇംഗ്ലീഷാണ് ഇരിക്കുന്നത്, മലയാളമാക്കുന്നു. വന്നില്ല. ഈ രീതിയിൽ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചും നമുക്കിവിടെ തിരുത്താൻ പറ്റും. എന്താ ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളെല്ലാം ഒരുപാട് ഗുണങ്ങളില്ലേ? ഇതിന്റെ അടിപൊളി അതല്ല. ഇതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഇതിനെ ഒരു ഫോർമാറ്റ് ചെയ്യാൻ, ഒരു കത്ത് തയ്യാറാക്കാൻ വേറെ ഒരിടത്തും പോണ്ട. ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഗൂഗിളിലായാലും എവിടെയായാലും സ്പീച്ച് ടൈപ്പ് അവിടെ എല്ലാം ഒരേ രീതിയിലുള്ള ഫോണ്ടുകളെ കിട്ടുന്നുള്ളൂ. ഇവിടെ നോക്കുക, ഇവിടെ വ്യത്യസ്തങ്ങളായ ആകർഷകമായ ഫോണ്ടുകളിലേക്ക് നമുക്ക് മാറ്റാം. ഇതിനെ എനിക്ക് ടൈറ്റിൽ ആക്കണമെങ്കിൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഫോണ്ട് ഉണ്ട്, ഡിഫാൾട്ട് ഫോണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുക, പലതരത്തിൽ ഒരു ബോൾഡ് ഫോണ്ട് വന്നു. ഈ ബോൾഡ് ഫോണ്ടിനെ നമുക്ക് വേറൊരു ഫോണ്ട് ആക്കണമെങ്കിൽ, ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട് ആക്കണം എങ്കിൽ ഒരു പലതരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടായി. ഇതിനെ ഇവിടെ നമുക്ക് ബോൾഡ് ആക്കാം. ഇത് മാത്രമല്ല, ഇതിനെ നമുക്ക് ഫോണ്ട് സൈസ് വർദ്ധിപ്പിക്കാം. ഇതിനും അവസാനിക്കുന്നില്ല. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇതിന് അലൈൻമെന്റ്, റൈറ്റ് ലെഫ്റ്റ് അലൈൻമെന്റ്, ബുള്ളറ്റ് പോയിന്റ് കൊടുക്കാം, ഇമേജുകൾ കൊടുക്കാം. എന്നിട്ടോ ഇതിനെ നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം, PDF ആയിട്ട് സേവ് ചെയ്യാം, പ്രിന്ററിൽ കൊടുത്ത് പ്രിന്റ് ചെയ്യാം. അതായത് നമുക്കൊരു അത്യാവശ്യം ഒരു കത്ത് തയ്യാറാക്കണമെങ്കിൽ, നമ്മൾ പറഞ്ഞ് ഈ രീതിയിൽ ഫോർമാറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ, ഒരു നോട്ടീസ് ഇടണമെങ്കിൽ ഒക്കെ നമുക്ക് ഇത് പറ്റും. ഇവിടെ തുപ്പരുത് എന്നുള്ള ഒരു ബോർഡ് വെക്കണം. എന്ത് ചെയ്യും? ഇവിടെ തുപ്പരുത്. ഇത് നമുക്കൊരു ബോർഡ് വെക്കാനാണ്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിനെ ഫോണ്ട് സൈസ് ഇതിലെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നു. അല്ലെങ്കിൽ ഇതാണ് കുറച്ചൊരു ക്ലിയർ. അതിനെ ബോൾഡ് ആക്കുന്നു. ഫോണ്ട് സൈസ് 56 ആക്കുന്നു. ഇതിനെ നമുക്ക് ചുവന്ന ഫോണ്ടിലേക്ക് മാറ്റണം. ഉണ്ടാക്കി ഇതിനെ കുറച്ചുകൂടി വേണമെങ്കിൽ വലുതാക്കാം. 56 എന്ന് ഒരു 60 ആക്കണം. കുറച്ചുകൂടി വലുതാക്കി. അല്ലേ? കൊണ്ട് പ്രിന്റ് എടുത്ത് ഒട്ടിക്കാമല്ലോ. ഓക്കെ, മനസ്സിലായോ? ഇത് ആപ്ലിക്കേഷൻ മനസ്സിലായോ? ഇതിനകത്ത് നമുക്ക് പ്രോംപ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, അത്യാവശ്യം ഒരു കത്ത് തയ്യാറാക്കാൻ, ഒരു നോട്ടീസ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ
നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലുള്ള രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇത്. ഒരു കാര്യം ഓർമ്മിക്കുക, ഇത് അല്ല കേട്ടോ. ഇത് ഉള്ള ഒരു സാധനമാകും. പറഞ്ഞ് നമുക്ക് വോയിസ് കൊടുത്താൽ മതി. അപ്പൊ ഇനി നമുക്കൊരു അത്യാവശ്യം ഒരു കത്ത് അയക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കണമെങ്കിലോ പറഞ്ഞാൽ മതി, ചെയ്തു തരാൻ പറ്റുന്ന. ഇംഗ്ലീഷിലാണെങ്കിലും ആവാം, ഇവിടെ ഇംഗ്ലീഷും ഉണ്ട്. നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാൻ വേർഡിന്റെ ഒന്നും ആവശ്യമില്ല, പേജ് മേക്കറിന്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഇത് ഗംഭീരമായിട്ട് ചെയ്യും. ഇത് ഈ ഭാഗത്ത് സേവ് ചെയ്തിരിക്കുകയും ചെയ്യും. ഓക്കെ, ഉപയോഗിക്കാമല്ലോ. ഇഷ്ടപ്പെട്ടോ മംഗ്ലീഷ്? ഓക്കെ, അടിപൊളി സാർ, അടിപൊളി. അടിപൊളി. അപ്പൊ ഇത് നമ്മൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളിപ്പോ ഇവിടെ ഇതിനാ നമ്മൾ ഉപയോഗിച്ച സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ. സാർ, ഒരു സംശയം. ഇത് മംഗ്ലീഷ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം പോയിട്ട് മംഗ്ലീഷ് ആപ്പ് എന്ന് പറഞ്ഞ തൽക്കാലം ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഗൂഗിൾ ക്രോമിൽ പോയി, നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് മംഗ്ലീഷ് എടുത്താൽ മതി. ഗൂഗിൾ ക്രോമിനകത്തും ഇത് വർക്ക് ചെയ്യും. ഇത് ലാപ്ടോപ്പിലാണ്. നിങ്ങൾ ഞാനൊന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ക്രോം ആയിരിക്കും. നിങ്ങൾ വേറെയും ബ്രൗസറുകളുണ്ട്, ക്രോം ആയിരിക്കും സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. ആ ക്രോം എന്ന ബ്രൗസറിൽ പോയിട്ട് manglish.app എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കുക. ആ വെബ്സൈറ്റ്, ഇതൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന ഇത് അവിടെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ വോയിസിൽ ക്ലിക്ക് ചെയ്ത് പറയുമ്പോൾ ഇത് പറയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നു. ആ വോയിസ് ഓഫ് ചെയ്യുമ്പോൾ നിൽക്കുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കുന്നു, ഇംഗ്ലീഷ് മലയാളം കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പല രീതിയിൽ ഫോണ്ടുകൾ മാറ്റാം, ഫോണ്ടിന്റെ ടൈപ്പ് മാറ്റാം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം, ബോൾഡ് ഇറ്റാലിക്സ് ഒക്കെ ചെയ്യാം. വേർഡൊക്കെ അറിയാന്നുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. എന്റെ ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, അലൈൻമെന്റ് ലെഫ്റ്റ് റൈറ്റ് അലൈൻമെന്റ് ചെയ്യാം, ബുള്ളറ്റ് പോയിന്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഒരു ഇമേജ് കൊടുക്കണമെങ്കിൽ ആ ഇമേജ് ഇൻസർട്ട് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ളൊരു ഇമേജ് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ പ്രിന്റ് എടുക്കാം. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫയലായിട്ട് സേവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് വരും. വളരെ ഗുണകരമായ ഒരു ടൂളാണ് manglish.app. നമ്മൾ ഇന്ന് നോക്കിയത് നമുക്കൊരു AI ഉപയോഗിക്കാൻ നമുക്കൊരു നിർദ്ദേശം കൊടുക്കണം. ആ നിർദ്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ്, അല്ലേ? ആ മാതൃഭാഷയിൽ നമുക്ക് എന്ത് കാര്യവും സാധ്യമാണ്. ആ മാതൃഭാഷയിൽ നമ്മൾ വോയിസ് കൊടുക്കുന്നത് ടെക്നിക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയത്. അതിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ AI കൊടുക്കാൻ, നമ്മൾ അതിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും കൊടുക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ ഇത്രയേ ഇതുള്ളൂ. ഈ 3 ടൂളുകൾ നമ്മൾ നോക്കി. ചോദിക്കും ഇതില് ഈ പങ്ക്ച്വേഷൻസ് സാറേ, അനുഗ്രഹ മൈക്കൊന്ന് ഓഫ് ചെയ്യൂ. ഹലോ അനുഗ്രഹ, സാർ ഇനി പറയൂ. ശ്രീധരൻ സാർ പറയൂ. അതെ, ഈ ഇതില് പങ്ക്ച്വേഷൻസ്, അതായത് കോമ, ഫുൾ സ്റ്റോപ്പ് തുടങ്ങിയൊക്കെ ഇടാനുള്ള സംവിധാനം ഉണ്ടോ? ഇതില് നമ്മുടെ കീബോർഡിലുള്ള കോമയും ഫുൾ സ്റ്റോപ്പും എല്ലാം ഇവിടെ കൊടുക്കാം. കീബോർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ കീബോർഡിൽ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം, മാർക്ക് കൊടുക്കാം, കോമ കൊടുക്കാം. എല്ലാം നമ്മുടെ കീബോർഡിനകത്തുള്ള എല്ലാ ഇതും ഇവിടെ കൊടുക്കാൻ പറ്റും. കീബോർഡിൽ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ സർ, കീബോർഡ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണോ ഇത്? എന്താണ് മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മളടുത്ത് ഒന്നുണ്ട് മലയാളത്തിൽ? അതല്ല, ഇതൊരു കീബോർഡ് അല്ല, manglish.app. ഈ മംഗ്ലീഷിന് കീബോർഡ് ഉണ്ട്. ഈ മംഗ്ലീഷ് നമ്മൾ ഈ പറയുന്നതിന്റെ ഒരു കീബോർഡ് ഉണ്ട്. ആ കീബോർഡ് നിങ്ങൾ ഉപയോഗിക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗൂഗിൾ ജീബോർഡ് ആണ്. ഇവരുടെ കീബോർഡ്, ഇവർക്ക് ഒരു കീബോർഡ് സംവിധാനമുണ്ട്, അതത്ര നന്നല്ല. ഇത് നിങ്ങൾ ബ്രൗസറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബ്രൗസറിൽ ഉപയോഗിക്കുക.
ബ്രൗസർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് കാണുന്നില്ലേ, ബ്രൗസർ google.com ഒക്കെ അടിച്ചു കൊടുക്കുന്നത് പോലെ manglish.app അടിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യം വരും. ഇവിടെ നമുക്ക് ചെയ്യാം. ട്രയൽ ആൻഡ് എറർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കിതൊക്കെ പറയാൻ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രയാസമാണ്, ചെയ്യാൻ വളരെ എളുപ്പമാണ്. പറയാനാണ് പ്രയാസം. പറയുന്നത് കേൾക്കുമ്പോഴാണ് കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കും, വളരെ അനായാസമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ എനിക്കൊരു പേടിയുണ്ട്. അത് ഈ വൈറസ് പ്രൊട്ടക്ഷൻ ഇതിനൊക്കെ വേണ്ടി വരുമോ? ഇങ്ങനെ ഞാൻ പരിശോധിച്ചൊക്കെ നോക്കാറുണ്ട് കൂടെ ഈ സാറ് പറഞ്ഞല്ല ടെക്സ്റ്റിലും വേർഡിലും എക്സലിലും ഒക്കെ. അപ്പൊ വൈറസ് പ്രൊട്ടക്ഷൻ എന്ന സംവിധാനം കൂടെ ഇതിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ കയറി ഇങ്ങനെ ബ്രൗസറിൽ നിന്ന് എടുക്കുമ്പം അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കാനില്ല. എപ്പോഴും നമ്മൾ പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മുടെ വീട്ടിലെ കുട്ടികള് വളരെ പെട്ടെന്ന് മൊബൈൽ ആപ്പുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വേഗം അതെ, ഞാനത് പറഞ്ഞോട്ടെ. അവര് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ വളരെ പ്രശ്നമായിട്ട് തോന്നുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന രീതിയും നമ്മൾ പഠിക്കുന്ന രീതി രണ്ടും രണ്ട് രീതിയാണ്. അതിനെ പെഡഗോഗി എന്ന് പറയും, നമ്മൾ ആൻഡ്രിഗോഗി എന്ന് പറയും. ഈ പെഡഗോഗിയില് ഒരു സവിശേഷത എന്ന് വെച്ചാൽ അവർക്ക് ഒന്നിനും ഭയമേ ഇല്ല. അവര് ട്രയൽ ആൻഡ് എററിലൂടെ കാര്യങ്ങൾ ചെയ്യും. ട്രയൽ ആൻഡ് എറർ നടത്താൻ അവർക്ക് ഒരു മടിയുമില്ല എന്നുള്ളത് ഇവിടെ അതിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അതിന് അവര് ട്രയൽ ആൻഡ് എററിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്. ആ ഭയം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഭയമാണ്. ഇപ്പൊ നമ്മൾ വൈറസിന്റെ ഭയം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ടിൽ ഒരുപാട് പൈസയുണ്ട്. ഇതിന്റെ ഗൂഗിൾ പേയിലൂടെ നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ചീത്തയായി പോകുമോ എന്നുള്ള ഭയം. ഇത് ഹാങ് ആയി പോകുമോ എന്നുള്ള ഭയം. ഇതിൽ മറ്റെന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഭയം. പലതരത്തിലുള്ള ഭയം ഉണ്ട്. ഈ ഭയം കാരണം ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിലൊന്നും ഭയക്കാനില്ല. മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ണു അടച്ച് എന്തുകൊണ്ടോ ചെയ്യുമോ, നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം. ധൈര്യമായി ഇത് ഒന്ന് ചെയ്യുക. ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മുടെ വൈറസ് പ്രൊട്ടക്ഷൻ നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോൾ ആന്റി വൈറസ് ഒക്കെ ലോഡ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വലിയ കമ്പനികൾ, അപ്പൊ ഗൂഗിൾ അടക്കമുള്ള മെറ്റ അടക്കമുള്ള, ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റയുടേതാണ്. ഇതിപ്പോ നമ്മൾ യൂട്യൂബ്, ജെമിനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗൂഗിളൊക്കെ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. മറ്റേത് കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നതാണ്. ഈ വമ്പൻ കമ്പനികളെല്ലാം തന്നെ അതിശക്തമായ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ, അത് വൈറസുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന വലിയ വമ്പൻ സംവിധാനങ്ങൾ ആൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ അപൂർവം മാത്രമേ നമ്മളെ കമ്പ്യൂട്ടറിൽ വൈറസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം വൈറസ് പണ്ടത്തെ പോലെ പെട്ടെന്ന് വൈറസ് കയറുകയും വൈറസ് കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ എഞ്ചിനീയറെ വിളിച്ച് കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്ന അവസ്ഥയൊന്നും ഇപ്പം നിലവിലില്ല. ധൈര്യമായി നിങ്ങൾ ചെയ്തോളൂ, ഒന്നിനെയും ഭയക്കാനില്ല എന്നതാണ് എൻ്റെ ഇത് പഠിക്കുന്നതിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം. ഓക്കെ നമ്മൾ കുട്ടിയുടെ മനസ്സിലേക്ക്, കുട്ടിയെ പോലെ മനസ്സ് നമ്മൾ തിരിച്ചു വരിക, നമ്മൾ പെഡഗോഗിയിലേക്ക് വരിക, ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുക. ഓക്കെ താങ്ക് യു. ഞാൻ എന്റെ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ലിനക്സും ഉണ്ട്, പിന്നെ വിൻഡോസും ഉണ്ട്, രണ്ടും ഉണ്ട് അതിനകത്ത്. അപ്പം ലിനക്സിൽ പ്രശ്നമില്ല. ലിനക്സ് ഉപയോഗിക്കുന്നത് ആന്റി വൈറസ് ഒന്നും ഇല്ലാതെ നമുക്ക് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ നിങ്ങൾ ധൈര്യമായി ചെയ്തോളൂ, ഒന്നും പ്രശ്നം വരില്ല. പ്രശ്നമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പോ ഇന്ന് സംശയം കൂടി ചോദിക്കട്ടെ. ഈ manglish.appല് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള സാധനം സാർ പറഞ്ഞു അതിനെ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ PDF ആക്കിയിട്ട് സേവ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് ഇതിനെ വേർഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചങ്ങായിട്ട് എഡിറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കുമോ?
കൊണ്ടുപോകാം. വേർഡ് ഫോമിലേക്ക് ഇത് പിന്നെ സേവ് ചെയ്യാൻ പറ്റും. വേർഡായിട്ടും നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. അല്ല, അത് അങ്ങനെ വേണ്ട. മൈക്രോസോഫ്റ്റ് ഇതിനകത്ത് ഉള്ള സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സേവ് as PDF ആയിട്ട് സേവ് ചെയ്യാം. വൺ നോട്ടിൽ, അതായത് നമ്മളെ വൺ നോട്ട് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് ആണ്, അതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് ഡോക്യുമെന്റ് റൈറ്ററിൽ സേവ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് പ്രിന്റ് ഇതിൽ ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് ഒരു ഓക്കെ സാർ, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് PDF ആയിട്ട് കിട്ടിയാൽ മതി. നമ്മുടെ ഇതിനകത്തുള്ള ഒരു ടോപ്പിക് PDF ആണ്. PDF നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും AI ഉപയോഗിച്ച് മാറ്റാം. വേർഡ് ആക്കാം, എക്സൽ ആക്കാം. PDF എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടല്ലേ? അത് ആപ്പ് ഉണ്ട്. അത് പണ്ട് പോലെ ഉള്ളതാണ്. AI വലിയ ഒരുപാട് PDF ടൂളുകളുണ്ട്. PDF 24 എന്നൊക്കെ പറഞ്ഞ് PDF GPT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണം അതിനെ പ്രൊട്ടക്ട് ചെയ്യാം, അൺപ്രൊട്ടക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, മെർജ് ചെയ്യാം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഏത് രീതിയിൽ വേണോ ചെയ്യാം. അപ്പൊ PDF ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് വേറെ എന്തോ അതൊക്കെ നമ്മുടെ വരുന്നവരും 4-5 ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ ഓരോന്നായിട്ട് വരും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ഉദ്ദേശം, ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ആക്കി മാറ്റുക, അക്ഷര രൂപത്തിലാക്കുക, തിരുത്തുക. അപ്പോൾ നമ്മുടെ നിർദ്ദേശത്തെ നമ്മളിപ്പോ ചാറ്റ് GPT നമ്മൾ പറഞ്ഞാൽ മതി, അത് കേൾക്കാം. പക്ഷെ നമ്മളുടെ നിർദ്ദേശത്തെ ടെക്സ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ ആ ടെക്സ്റ്റ് ഫോമിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നിരവധി ടൂളുകളിൽ അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. നമ്മുടെ നിർദ്ദേശത്തെ ടെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, speechtime.in, അവസാനം manglish.app. ഓക്കെ, ഇതെല്ലാം യൂണിക്കോഡ് സാധനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ സാർ, ക്ലിയർ ആയി. പിന്നെ ഒരെണ്ണം, ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ലേ, ഞാൻ സ്പീഡിന് പറയുമ്പോ തലതിരിച്ചൊക്കെ തന്നിട്ടുണ്ട്. സ്പീഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മൈക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ഒക്കെ വരും. അനുഗ്രഹ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. അനുഗ്രഹ എന്താ? ഓക്കെ, ഓഫായി. അതായത് നമ്മൾ സ്പീഡിൽ നമ്മൾ 3, അതായത് നമ്മൾ ഈ 3 ടൂളുകളാണ് നമ്മൾ പ്രധാനമായും. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, speechtime.in, പിന്നെ manglish.app. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കുക. വേഗത്തിൽ പറയാൻ ഏറ്റവും നല്ലത് അവസാനം പഠിച്ച manglish.app ആണ്. വളരെ വേഗത്തിൽ പറയുക. പിന്നെ നമ്മൾ പറയുന്നതിന്റെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിനേക്കാൾ വലിയ മികച്ച ഒരു ടൂൾ വരുന്നുണ്ട്. അത് ബീറ്റാ സ്റ്റേജിലാണ്. അതായത് അനുവാദിനി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വോയിസ് ടു ടെസ്റ്റ്. അത് AI അധിഷ്ഠിതമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. AI അധിഷ്ഠിതം. അതായത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ ഉച്ചാരണത്തിൽ പിശക് വന്ന് അത് തന്നെ തിരുത്തും. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിന് ആ വാക്കിനെക്കാൾ യോജിച്ച വാക്ക് ഇതാണെങ്കിൽ ആ വാക്ക് വരും. അതായത് AI ഉപയോഗിച്ച് നമ്മുടെ വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. പറയുന്നതിന്റെ ഇത് വാങ്ങിച്ച് ഫുൾ സ്റ്റോപ്പ് വരും, കോമ ആണ് കൊടുക്കേണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കോമ വരും, ഒരു എക്സ്ക്ലമേഷൻ കാര്യമാണ് പറയുമെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അങ്ങനെയുള്ള ഒരു ടൂളുണ്ട്. പക്ഷെ അത് ബീറ്റാ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർമ്മാണ പ്രക്രിയയിലാണ്. എപ്പോഴും അത് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അത് നല്ല ഗംഭീരമായിട്ട് ഈ അനുവാദിനി വരും. അപ്പം നമ്മൾ എല്ലാ അനുവാദിനിയിലേക്ക് പോകും. ഇപ്പൊ നമുക്ക് ഈ ടൂളുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ നിർദ്ദേശത്തെ നമ്മൾ AI കൊണ്ട് പണി ചെയ്യിപ്പിക്കണം. പണി ചെയ്യിപ്പിക്കാൻ എന്താണ് വേണ്ടത്? ജോലിക്കാരനാണ്. AI നമ്മൾ പറയുന്ന ജോലി ചെയ്തു തരും. അപ്പൊ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നിർദ്ദേശം കൊടുക്കണം. ശരിയായ നിർദ്ദേശം കൊടുക്കണം. ആ നിർദ്ദേശം നമ്മൾ
മലയാളത്തിലാണ് കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഭാഷ മലയാളമാണ്. അപ്പൊ മലയാളത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. ഇംഗ്ലീഷ് മാതൃഭാഷ പോലെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അവർ ഇംഗ്ലീഷ് ഉപയോഗിച്ചോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. മലയാളം ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ വോയിസ് ടു ടെക്സ്റ്റിന്റെ ആവശ്യകത അങ്ങനെയാണ്, നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം നോക്കിയത്. നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ആക്കി മാറ്റുക, ആ ടെക്സ്റ്റിനെ നമ്മൾ കോപ്പി എടുത്ത് അവിടെ കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതി ഇത് മതിയാണോ, ഇത് മതിയോ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ലളിതമാക്കണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കൂട്ടണമോ എന്നൊക്കെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണിത്. മതിയായ ഒരു ശൈലിയാണ് ഇത്, നമ്മൾ മനസ്സിലാവുന്നുണ്ട്. ഇത് മതിയോ? മതി സർ, വളരെ കൃത്യമായിട്ട്. മതി. അപ്പൊ അതെ. അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് പോവാം. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ ക്ലാസ്സിൽ 2 ക്വിക്ക് റെസ്പോണ്ടന്മാര്, നമ്മള് 2 പേര്, അതായത് ഓരോ ദിവസവും 2 ക്വിക്ക് റെസ്പോണ്ടർമാര് വീതം നമുക്ക് വേണം. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടനടി അവർ റെസ്പോണ്ട് ചെയ്യും. ഞാൻ ചോദ്യമൊന്നും ചോദിക്കില്ല വിഷമിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഇത് കണ്ടോ, അത് ഓഫാണോ, ഇതാണോ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ പേര് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ ക്വിക്കായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം കുറച്ച് ലാഭിക്കാം. അല്ലെങ്കിൽ ആരിത് ഉത്തരം പറയുമെന്ന് എല്ലാവരും കേട്ടിരിക്കും. അപ്പൊ ഈ ക്വിക്ക് റെസ്പോണ്ടന്മാർ ഓരോ ദിവസവും മാറി മാറി വരുന്നു. ഓക്കെ, റെഡിയാ? പറഞ്ഞ മനസ്സിലായോ? യെസ്. സ്വയം സന്നദ്ധരായിട്ട് ഓരോ ദിവസം 2 ക്വിക്ക് റെസ്പോണ്ടന്മാർ വരിക. അടുത്ത ക്ലാസ്സിൽ മറ്റ് 2 പേര്. അപ്പൊ എല്ലാവർക്കും അവസരവും കിട്ടും അല്ലേ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എയിലേക്ക് തുടങ്ങും, എയിലേക്ക് പോകും. എല്ലാവർക്കും എന്താണ് ഒരു ശുഭരാത്രി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത പ്രാവശ്യം ചോദിക്കാം സാർ. ഞാൻ ഈ ഓഹരി വഴിയിൽ ഇതുപോലെ ഒരു ചാറ്റ് ബോട്ടിന്റെ ഒക്കെ മേടിച്ചിട്ടൊക്കെ പകുതി ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ? ഹലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം, നമ്മള് ഈ ക്ലാസ് നടക്കുമ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ ഏത് ടോപ്പിക്കാണോ ഏത് കാര്യമാണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സംശയം ആണ് ഈ നമുക്ക് ആ 1 മണിക്കൂർ ടൈമേ ഉള്ളൂ ആ സമയത്ത് ചോദിക്കേണ്ടത്. 2 നമ്മള് 0 അവർ ഉണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റ് സമയമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഇതിന്റെ നിന്നല്ലാതെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ സമയത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാം ഇത് നമ്മുടെ സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ളതോ അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം, ഇതിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ അത് സുഗമമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുള്ളൂ. ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒരാൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ആരെങ്കിലും ഒരാൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആര് പറയും? നമ്മുടെ ഈ ബാച്ച് ഭയങ്കര സന്തോഷമുള്ള ബാച്ചാണ്. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിലൊക്കെ വളരെ 1-2 പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഇത് വളരെ ഹാപ്പിയാണ്. ആരെങ്കിലും ഒരാൾ നന്ദി പറയും? ആര് പറയും? ഓക്കെ സാർ, ഞാൻ പറയാം നന്ദി. പറയും. ഓക്കെ, ഇത്രയും സമയം ക്ലാസ് എടുത്ത സജു സാറിന് ഭയങ്കര നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ചിലര് പ്രായം കൂടുതലുള്ളവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഏതാണെങ്കിലും സജു സാർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. എല്ലാവരുടെയും എന്താ പറയണ്ടേ, റെസ്പോണ്ട് നന്നായിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സാറേ. നിങ്ങളുടെ ക്ലാസ് നന്നായിട്ട് സാറിൽ കൂടി ഞങ്ങളുടെ വിവരങ്ങളും കഴിവുകളും ഒക്കെ വർദ്ധിക്കട്ടെ. സാറിന് വെരി ഗുഡ് താങ്ക്സ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വ്യാഴാഴ്ച കാണാം. ഇതിന്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ഇട്ടുതരാം. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്.